أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وزد وبارك على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وعترته وأهل الخير كلهم أجمعين. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذ ابتلى إبراهيم ربه بكلمات فأتمهن قال إني جاعلك للناس إماما قال ومن ذريتي قال لا ينال عهد الظالمين. وإذ جعلنا البيت مثابة للناس وأمنا واتخذوا من مقام إبراهيم مصلى وعهدنا إلى إبراهيم وإسماعيل أن طهر بيتي للطائفين والعاكفين والركع السجود. صدق الله مولانا العظيم. صدق وبلغ رسوله النبي الكريم. ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിലൂടെ എൻ്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സയ്യിദന്മാരെ, സദാത്തുക്കളെ, ഉസ്താദുമാരെ, സഹോദരന്മാരെ, സഹോദരിമാരെ, പ്രിയം നിറഞ്ഞ റേഡിയോ ശ്രോതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇരുവീട്ടിലും നമുക്ക് ഖൈർ പ്രദാനം ചെയ്യുമാറാകട്ടെ. ജീവിതത്തിൽ ചെയ്തുപോയ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വിട്ടുപുറത്ത് മാപ്പ് നൽകി കൃപ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അവരെയും നമ്മെയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. മരണം ഖൈറാകുന്ന സമയത്ത് കാമിലായ ഈമാനോടുകൂടിയുള്ള മരണം അല്ലാഹു നമുക്കൊക്കെ നൽകുമാറാകട്ടെ. നരകത്തിലെ ബേജാറിനെ തൊട്ട് അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഖബറിലെ ബേജാറിനെ തൊട്ട് അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്യാൻ വേണ്ടി നമ്മിൽ നിന്ന് യാത്ര പോയവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മഖബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്ത് തിരിച്ചു വരാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മുഅ്മിനീങ്ങളെ, കഴിഞ്ഞ ആഴ്ച നമ്മൾ വളരെ വിശദമായി ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പരസ്പരം പങ്കുവച്ചിരുന്നു. ഇൻഷാ അല്ലാഹ് അതിന്റെ തുടർച്ചയാണ് ഇന്നത്തെ ബിശ്റാഖുൽ യൗമിൽ ചർച്ചയ്ക്ക് നമ്മൾ വിഷയം എടുത്തിട്ടുള്ളത്. പരിശുദ്ധമായ ഖുർആനിൽ പ്രവാചകന്മാരും അല്ലാത്തതുമായ നിരവധി ആളുകളെ, വ്യക്തികളെ പരിചയപ്പെടുത്തുന്നുണ്ട്. എന്നാൽ ഖുർആൻ ഏറ്റവും കൂടുതൽ വിവരിച്ച ഉജ്ജ്വലമായ വ്യക്തിത്വം ആരുടേതെന്ന് ചോദിക്കുമ്പോൾ ഒരർത്ഥത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇബ്രാഹിം നബിയുടെ അനേകം വിശേഷണങ്ങൾ പരിശുദ്ധമായ ഖുർആനിൽ വന്നിട്ടുണ്ട്. ഉമ്മത്തൻ ഖാനിത്തൻ എന്ന വിഷയം നമ്മൾ കഴിഞ്ഞ ആഴ്ച ബിശ്റാഖുൽ യൗമിൽ ചർച്ച ചെയ്തു. പ്രവാചകന്മാരെയും മറ്റു ആളുകളെയുമൊക്കെ ഒരുപാട് രീതിയിലുള്ള വിശേഷണം നടത്തിയിട്ടുണ്ടെങ്കിലും വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശേഷിപ്പിച്ചിട്ടുള്ളത്. സഹനശീലൻ എന്നർത്ഥത്തിലുള്ള ഹലീം എന്ന് പരിശുദ്ധമായ ഖുർആൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ വിശേഷിപ്പിച്ചതായി കാണാം.
നെടുവീർപ്പിട്ടുകൊണ്ട് ഏങ്ങിക്കരയുന്ന വ്യക്തി എന്നർത്ഥത്തിൽ അല്ലാഹ് എന്നും പരിശുദ്ധമായ ഖുർആൻ ഉപയോഗിച്ചതായി കാണാം. കഴിഞ്ഞയാഴ്ച നമ്മൾ ചർച്ച ചെയ്ത ഉമ്മത്തുൻ ഖാനിത തുടങ്ങി മുസ്ലിം, ഹനീഫ്, ഇമാം, മുനീബ്, സിദ്ദീഖ്, ഖലീൽ, അൽ മുസ്തഫ, അസ്സാലിഹ് എന്നിങ്ങനെ ഒരുപാട് രീതിയിൽ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് വിശുദ്ധമായ ഖുർആൻ വ്യത്യസ്ത സ്ഥലങ്ങളിൽ പരാമർശിച്ചിട്ടുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ ആത്മീകവും ഭൗതികവുമായ അദ്ദേഹത്തിന്റെ ഔന്നത്യത്തിന്റെ ഉന്നതിയുടെ നിദർശനങ്ങളായി പരിചയപ്പെടുത്താൻ കഴിയുന്ന രണ്ട് പദങ്ങൾ അതേറെ ശ്രദ്ധേയമാണ്. ആത്മീയമായ ഇബ്രാഹിം നബിയുടെ ഔന്നത്യത്തെ പ്രകാശിപ്പിക്കാൻ വേണ്ടി പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിച്ചിട്ടുള്ള പദപ്രയോഗം ഖലീലുല്ലാഹ് എന്നാണ്, അഥവാ അല്ലാഹുവിന്റെ ആത്മമിത്രം എന്നാണ്. ആത്മീയമായി ഒരു മനുഷ്യന് ഉയരാവുന്ന ഏറ്റവും ഉന്നതമായ ഒരു പദവിയാണ് അല്ലാഹുവിന്റെ ആത്മമിത്രം എന്നത്. ഭൂമിയിൽ മറ്റൊരാൾക്കും എത്തിപ്പിടിക്കാനാവാത്ത മറ്റൊരു പദവിയും കൂടി സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ലഭ്യമായിട്ടുണ്ട്. ഇമാമുന്നാസ്, ജനങ്ങളുടെ ഇമാം, ജനങ്ങളുടെ നായകൻ, ജനങ്ങളുടെ ലീഡർ എന്നതാണത്. ലോകത്ത് വിവിധ തരത്തിലുള്ള നിരവധി തരത്തിലുള്ള ഇമാമുകളെ കാണാൻ പറ്റും, ലീഡർമാരെ കാണാൻ പറ്റും. അവരെല്ലാം ഏതെങ്കിലും നാടിന്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും നമുക്ക് അതിജീവിക്കാൻ ഉത്തമമായ അത്യുദാത്തമായ മാതൃകയാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്റെയും നിങ്ങളുടെയും ഒക്കെ മുമ്പിൽ വെച്ച് തരുന്നത്. എന്തൊക്കെയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ജീവിതത്തിൽ നേരിടേണ്ടി വന്നിട്ടുള്ള പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ? ഒന്നാമതായി മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഉണ്ടാകുന്നത് സ്വന്തം വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടു എന്നതാണ്. ഏതൊരാൾക്കും മനക്ലേശമുണ്ടാക്കുന്ന, മനസ്സിന് വേദനയുണ്ടാക്കുന്ന വലിയ കാര്യമാണ് സ്വന്തം മാതാപിതാക്കൾ തനിക്കെതിരാവുക എന്നത്. നമ്മൾ പറയാറുണ്ട് പടിയടച്ച് പിണ്ടം വെക്കുക എന്ന്. വീട്ടിലേക്ക് കയറ്റാതെ പുറത്തു നിർത്തുക. ഈ ഒരു അവസ്ഥയായിരുന്നു ഉണ്ടാക്കുന്ന, മനസ്സിന് വേദനയുണ്ടാക്കുന്ന സയ്യിദുന ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. അതും നമ്മൾ കൂടുതൽ ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്യണം. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്വന്തം വീട്ടുകാരാൽ ബഹിഷ്കൃതനാവുകയാണ്. ചെറുപ്പത്തിൽ സന്മാർഗം ലഭിച്ച പ്രവാചകനായിരുന്നു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അംബിയാഇന്റെ 51-ാമത്തെ വചനത്തിലൂടെ നമ്മളോട് പറയുന്നുണ്ട്. അല്ലാഹു പറയുകയാണ്, വലഖദ് ആതൈനാ ഇബ്രാഹിമ റുശ്ദഹു മിൻ ഖബ്ൽ വകുന്നാ ബിഹി ആലിമീൻ. മുമ്പ് ഇബ്രാഹിമിന് തന്റേതായ വിവേകം, തന്റേതായ രീതിയിലുള്ള റുഷ്ദ് അത് നാം നൽകുകയുണ്ടായി. അദ്ദേഹത്തെ പറ്റി നമുക്ക് മുൻപേ തന്നെ അറിയാമായിരുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. വകുന്നാ ബിഹി ആലിമീൻ, അദ്ദേഹത്തെ കുറിച്ച് നമുക്ക് മുമ്പ് തന്നെ അറിയാമായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ ചെറിയ പ്രായത്തിൽ തന്നെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ ശാദ്വല തീരത്തേക്ക് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അടുപ്പിച്ചു എന്നതാണ് ഈ പറഞ്ഞതിന്റെ പൊരുൾ. എത്രത്തോളം എന്ന് വെച്ചാൽ സ്വന്തം പിതാവായ ആസറിനോട് വരെ ആ വിശദമായ ചർച്ചകളിലേക്ക് വരുന്നുണ്ട്. സ്വന്തം പിതാവായ ആസറിനോട് വരെ നിങ്ങളിപ്പോൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ആരാധനാമൂർത്തികളൊന്നും യഥാർത്ഥത്തിൽ നിങ്ങൾ ആരാധന കൊടുക്കേണ്ടവരല്ല. നിങ്ങളിപ്പോൾ ആരാധിച്ചിരിക്കുന്ന, നിങ്ങൾ പൂജിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ദൈവങ്ങളൊന്നും യഥാർത്ഥ ദൈവങ്ങളല്ല എന്ന് സ്വന്തം ബാപ്പയോട് നന്മയായി സയ്യിദുന ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉപദേശിച്ചപ്പോ സ്വന്തം ബാപ്പയുടെ മറുപടി എന്തായിരുന്നു? പരിശുദ്ധമായ ഖുർആൻ വളരെ മനോഹരമായി പറയുന്നുണ്ട്. അറാഗിബുൻ അൻത അൻ ആലിഹതി യാ ഇബ്രാഹിം ലഇൻ ലം യൻതഹി ലഅർജുമന്നക വഹ്ജുർനി മലിയാ. സ്വന്തം ബാപ്പ ചോദിക്കുന്ന, അറാഗിബുൻ അൻത അൻ ആലിഹതി, എന്റെ ദൈവങ്ങളെ കാലങ്ങളായി പ്രപിതാക്കളായ നമ്മുടെ മുൻഗാമികളായ ആളുകൾ ആരാധിച്ചിരുന്ന ആരാധനാമൂർത്തികളെ, ദൈവങ്ങളെ നീ വേണ്ടെന്ന് വെക്കുകയാണോ ഇബ്രാഹിം? നീ ഇതിൽ നിന്ന് മാറി നിൽക്കുന്നില്ലെങ്കിൽ, ഇതിൽ നിന്ന് നിനക്കൊരു വിരാമം ഉണ്ടാകുന്നില്ലെങ്കിൽ
നിന്നെ ഞാൻ കല്ലെറിഞ്ഞോടിക്കും. നീ കുറെ കാലത്തേക്ക് എന്നിൽ നിന്ന് വിട്ടു നിൽക്കണം, മാറി നിൽക്കണം, എന്റെ അടുത്ത് നിനക്കിനി സ്ഥാനമില്ല എന്ന് വരെ സ്വന്തം പിതാവ് പറഞ്ഞു. വലിയ ചരിത്രമാണ് സയ്യിദുനാ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്റെയും നിങ്ങളുടെയും ഒക്കെ മുമ്പിൽ വെക്കുന്നത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് സ്വന്തം വീട്ടുകാർ അവർ ആരാധിച്ചിരുന്ന ആരാധനാമൂർത്തികളെ ചോദ്യം ചെയ്യേണ്ടി വന്നു. അത് തന്റെ 16ാമത്തെ വയസ്സിൽ തന്നെ ബഹുദൈവാരാധനയുടെ നിരർത്ഥകതയും ഏകദൈവ വിശ്വാസത്തിന്റെ യാഥാർത്ഥ്യവും തിരിച്ചറിഞ്ഞയാളാണ് സയ്യിദുനാ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അന്ന് മുതൽ തുടങ്ങിയതായിരുന്നു ജീവിതത്തിലെ പ്രതിസന്ധികൾ. തന്റെ മാതാപിതാക്കളോടൊത്ത് താമസം തുടങ്ങിയപ്പോൾ തന്നെ അവരെ നഷ്ടപ്പെട്ട രീതിയിൽ, അവരെ മിസ് ചെയ്ത അവസ്ഥയാണ് മഹാനവറുകൾക്ക് ആ സമയത്തുണ്ടായത്. നമ്രൂദിന്റെ ഭരണകാലത്താണ് മഹാനവറുകൾ ജനിച്ചത്. അതിനെക്കുറിച്ചൊക്കെ കഴിഞ്ഞ ആഴ്ച നമ്മൾ വിശദമായി പറഞ്ഞു. ലോകം മടക്കി ഭരിച്ചിരുന്ന ശക്തനായ ചക്രവർത്തിയായിരുന്നു നമ്രൂദ് അക്കാലത്ത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ജനിക്കുന്ന കാലത്ത് രാജ്യത്തുള്ള ജ്യോത്സ്യന്മാർ വന്നിട്ട് വിവരം കൊടുത്തു. വിവരം വന്നുകൊണ്ട് പറഞ്ഞു, ഈ വർഷം ഇന്ന മാസം ഇന്ന ദിവസം ജനിക്കുന്ന ഒരു കുട്ടി, അത് നിന്റെ സിംഹാസനത്തിനും നിന്റെ ദൈവങ്ങൾക്കും ഭീഷണിയാകും. അതുകൊണ്ട് അത് മറികടക്കാൻ എന്തെങ്കിലും ഉപായം നിങ്ങൾ കാണണമെന്ന് അന്നത്തെ ജ്യോത്സ്യന്മാർ നമ്രൂദിനോട് പറഞ്ഞുവത്രേ. അതിനെ ആ ഒരു ഭീഷണി, അതിനൊക്കെ മറികടക്കാൻ നമ്രൂദ് കണ്ട ഉപായം എന്ന് പറയുന്നത് അവിടെ ജനിക്കുന്ന സകല സന്താനങ്ങളെയും സകല കുഞ്ഞുങ്ങളെയും കൊന്നുകളയുക എന്നാണ്. സകല കുഞ്ഞുങ്ങളെയും, അന്ന് ജനിച്ചു വീഴുന്ന സകല കുഞ്ഞുങ്ങളെയും കൊന്നുകളഞ്ഞു നമ്രൂദ്. പക്ഷേ അള്ളാഹുവിന്റെ വേണ്ടുക മറ്റു തരത്തിലായിരുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല രക്ഷപ്പെടുത്തി. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മാതാവ് വളരെ പ്രായം കുറഞ്ഞൊരു സ്ത്രീയായിരുന്നു. അധികം പ്രായമൊന്നും ഉണ്ടായിരുന്നില്ല, വളരെ പ്രായം കുറഞ്ഞ സ്ത്രീയായിരുന്നു. അതുകൊണ്ട് തന്നെ അവര് ഗർഭം ധരിച്ചത് കൂടുതൽ ആളുകളൊന്നും അറിഞ്ഞിരുന്നില്ല, അതിന്റെ അടയാളങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതങ്ങനെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സംരക്ഷിക്കാൻ ഉദ്ദേശിച്ചാൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റെടുത്ത് നടത്തിയിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നമ്രൂദിന്റെ അനുയായികൾ ഗർഭിണികളെയൊക്കെ പിടിച്ചിട്ട് പിന്നെ കുഞ്ഞുങ്ങളെയൊക്കെ കൊല്ലാൻ തുടങ്ങി. പക്ഷെ ഇവര് മാത്രം രക്ഷപ്പെട്ടു. അങ്ങനെ ഇവരൊരു ഗുഹയ്ക്കകത്ത് ചെന്നു. അതിൽ ചെന്ന് അഭയം പ്രാപിച്ചു. അങ്ങനെ കുഞ്ഞ് ജനിച്ചതിന് ശേഷം ഗുഹ അടച്ച് പുറത്തിറങ്ങി. അങ്ങനെ പിറ്റേ ദിവസം നോക്കുമ്പോ ഒരു കുഞ്ഞ്, വളരെ മനോഹരമായി പുഞ്ചിരി തൂകിക്കൊണ്ടൊരു കുഞ്ഞ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമാണ് അദ്ദേഹത്തിന്റെ വളർച്ചയെക്കുറിച്ച് പറയുന്നത്. എല്ലാ ദിവസവും ആ കുഞ്ഞിനെ സ്വന്തം ഉമ്മ ആ ഒരു ഗുഹയ്ക്കകത്ത് പോയി എല്ലാ ദിവസവും പോയി ശ്രദ്ധിക്കുമായിരുന്നു, എല്ലാ ദിവസവും പോയി നോക്കുമായിരുന്നു. അങ്ങനെ 15 മാസക്കാലം ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഗുഹയിൽ കിടന്നുവത്രേ. 15 മാസം കൊണ്ട് സുബ്ഹാനല്ലാഹ് 15 വയസ്സിന്റെ വളർച്ച ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനുണ്ടായി എന്ന് മഹാന്മാരെ രേഖപ്പെടുത്തി വെക്കുന്നു. 15ാമത്തെ വയസ്സിൽ സ്വന്തം ഉമ്മയോടൊത്ത് ഗുഹയിൽ നിന്ന് പുറത്തിറങ്ങി പിന്നീട് വല്ലാത്തൊരു അത്ഭുതമായിരുന്നു സംഭവിച്ചത്. ആകാശഭൂമിയെയും സൂര്യചന്ദ്ര നക്ഷത്രാദികളെയും കണ്ടപ്പോ, ഇതിന്റെയൊക്കെ പിന്നിലെല്ലാം ഒരു പടച്ചവൻ, പ്രകൃതിയെ കണ്ടപ്പോ ഈ അണ്ഡകടാഹം ഇത് മുഴുവൻ സൃഷ്ടിച്ച് പരിപാലിച്ച് സംരക്ഷിച്ചു പോരാനല്ലാഹു ഒരു സംരക്ഷകൻ, ഒരു നായകൻ, ഒരു നാഥൻ ഉണ്ടെന്ന ഒരു ചിന്ത മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മനസ്സിലുണ്ടായി. സ്വാഭാവികമാണ് അപ്പോൾ സ്വന്തം വീട്ടിലുണ്ടായിരുന്ന വിഗ്രഹങ്ങളെയൊക്കെ ആരാധിക്കുന്ന പ്രവണത. അതിനെ സ്വാഭാവികമായും ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം എതിർത്തു, പാപ്പയോട് എതിർത്തു. ഏറ്റവും വലിയൊരു പോയിന്റാണ് നമ്മളെ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പഠിപ്പിക്കുന്നത്. തിന്മ ചെയ്യുന്നത് തിന്മയുടെ
വക്താവായി സ്വന്തം ബാപ്പ മാറിയാൽ പോലും ബാപ്പാന്റെ മുഖത്ത് നോക്കി ഈമാനികമായ ആവേശത്തോടുകൂടി സംസാരിക്കാൻ, നന്മയ്ക്ക് വേണ്ടി തിന്മയ്ക്കെതിരെ ഗർജിക്കാൻ മുഅ്മിനായ മനുഷ്യന് കഴിയണമെന്ന വലിയ ഒരു ചിന്തയാണ് സയ്യിദുനാ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്റെയും നിങ്ങളുടെയും ഒക്കെ മുമ്പിൽ വെച്ച് തരുന്നത്. ബാപ്പാന്റെ മുഖത്തോക്കിട്ട് പറഞ്ഞു, നിങ്ങൾ ഈ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ആരാധനാ ദേവന്മാരൊന്നും യഥാർത്ഥത്തിലുള്ള പടച്ച തമ്പുരാനല്ല. അപ്പൊ ബാപ്പ പറഞ്ഞ മറുപടി, അറാഗിബുൻ അൻത അൻ ആലിഹതി യാ ഇബ്രാഹിം, എന്റെ പൂർവീകരായ ആളുകൾ, നമ്മൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ ആളുകളൊക്കെ ആരാധിച്ചിരുന്ന ആ ഒരു ദൈവങ്ങളെ ഇല്ല എന്ന് നീ പറയുകയാണോ? അതുകൊണ്ട് നിന്നെ ഞാൻ കല്ലെറിഞ്ഞോടിക്കും, ഇവിടെ നിന്ന് ആട്ടിയോടിക്കും, നിന്നെ ഞാൻ എന്റെ മുമ്പിൽ ഇനി കണ്ടുപോകേണ്ടതില്ല എന്ന്. അതായിരുന്നു ആദ്യത്തെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ആദ്യമായി അനുഭവിക്കേണ്ടി വന്ന ഏറ്റവും വലിയ പരീക്ഷണം. രണ്ടാമത്തെ കാര്യം സ്വന്തം നാട് എതിരായി എന്നതാണ്. സ്വന്തം നാട്ടിലുള്ള ആളുകളോട് നന്മ പറഞ്ഞപ്പോ, നന്മ ഉപദേശിച്ചപ്പോ നാട്ടുകാര് മറുപടി പറഞ്ഞു, ഫമാ കാന ജവാബ ഖൗമിഹി ഇല്ലാ അൻ ഖാലു, നാട്ടുകാര് മറുപടി പറഞ്ഞു, ഉഖ്തുലൂഹു ഔ ഹർരിഖൂഹു, കൊണ്ടുപോയിട്ടാണ്ട് കൊന്നാളിൻ, അല്ലെങ്കിൽ കൊണ്ടുപോയി തീയിലിട്ട് കരിച്ചു കളഞ്ഞോളിൻ എന്ന് നാട്ടുകാര് പ്രഖ്യാപിച്ചു കളഞ്ഞു. നാട്ടുകാരോട് നന്മ പറഞ്ഞപ്പോ ഒരുപാട് പാഠമുണ്ട് മുഅ്മിനീങ്ങളെ ഈ വിഷയത്തിൽ. നാട്ടുകാരോട് നന്മ പറയുമ്പോ ചിലപ്പോ ഒരുപക്ഷെ നമുക്ക് പോസിറ്റീവായ രീതിയിലുള്ള സ്ട്രോക്ക് ഉണ്ടായിക്കൊള്ളണമെന്നില്ല, നെഗറ്റീവായിട്ടുള്ള സ്ട്രോക്ക് ആയിരിക്കും ഒരുപക്ഷെ ഉണ്ടാവുക. ഫമാ കാന ജവാബ ഖൗമിഹി ഇല്ലാ അൻ ഖാലു ഉഖ്തുലൂഹു, ഫമാ കാന ജവാബ ഖൗമിഹി ഇല്ലാ അൻ ഖാലു ഉഖ്തുലൂഹു, നിങ്ങൾ കൊണ്ടുപോയിട്ടാണ്ട് കൊന്നാളിൻ, ഔ ഹർരിഖൂഹു, അല്ലെങ്കിൽ കൊണ്ടുപോയിട്ട് നിങ്ങൾ അങ്ങോട്ട് കരിച്ചു കളയുമെന്ന് നാട്ടുകാർ പറഞ്ഞു. ഫഅൻജാഹുല്ലാഹു മിനന്നാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്രൂദിന്റെ അഗ്നികുണ്ഡാരത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി കളഞ്ഞു. ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമി യുഅ്മിനൂൻ, വിശ്വസിച്ച ആളുകൾക്കൊക്കെ, ഈമാനുള്ള ആളുകൾക്കൊക്കെ, ഖൽബിന്റെ അകത്ത് ഈമാനിന്റെ അണു ഉള്ള ആളുകൾക്കൊക്കെ അതിൽ വലിയ ദൃഷ്ടാന്തമുണ്ടെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ഈ സമയത്തൊക്കെ ഇങ്ങനെയൊക്കെ പ്രശ്നവും പ്രതിസന്ധിയൊക്കെ വന്നിട്ട് പോലും, പരീക്ഷണങ്ങൾ വന്നിട്ട് പോലും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞിരുന്നു, ഇന്നി മുഹാജിറുൻ ഇലാ റബ്ബി ഇന്നഹു ഹുവൽ അസീസുൽ ഹകീം, ഞാൻ എന്റെ തമ്പുരാനിലേക്ക് പലായനം ചെയ്തു പോകേണ്ടയാളാണ്, റബ്ബിലേക്ക് അവസാനം ചെന്നണയേണ്ടയാളാണ്, ഞാൻ എന്റെ തമ്പുരാനിലേക്ക് അവസാനം ചെന്നെത്തേണ്ടയാളാണെന്ന് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു. മൂന്നാമത്തെ കാര്യം, സ്വന്തം രാജ്യത്തിലെ ഭരണാധികാരികൾ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, സ്വന്തം വീട്ടുകാരൊഴിഞ്ഞു വാങ്ങി, സ്വന്തം ബാപ്പയും സ്വന്തം ബന്ധുക്കളും മാറ്റി നിർത്തി, സ്വന്തം നാട്ടുകാര് മാറ്റി നിർത്തി, സ്വന്തം നാട്ടിലെ ഭരണാധികാരികൾ മാറ്റി നിർത്തി, ലോകത്ത് തന്നെ സഹായിക്കാൻ, തനിക്ക് വേണ്ടി ആലംബമേകാൻ ഒരാളുമില്ലാത്തൊരവസ്ഥയായിരുന്നു ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനുണ്ടായിരുന്നത്. ആരും സഹായിക്കാനില്ലാതെ ഒറ്റയാൻ പോരാട്ടം നടത്തി തൗഹീദിന്റെ മാർഗത്തിൽ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുന്നേറുകയായിരുന്നു. വെറുതെയാണോ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നഹു കാന ഉമ്മതൻ ഖാനിതൻ, റബ്ബിന് കീഴൊതുങ്ങി ജീവിച്ച ഒരു സമുദായമായിരുന്നു ഇബ്രാഹിം നബി എന്ന് പറഞ്ഞത്. ഒരു സമുദായം ചെയ്യേണ്ട മുഴുവൻ കാര്യങ്ങളും ഒരൊറ്റ വ്യക്തിയായി ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നിന്ന് ചെയ്തു എന്നാണ് ചരിത്രം പറയുന്നത്. മെസൊപ്പൊട്ടേമിയൻ സംസ്കാരത്തിലെ ജനങ്ങളും അന്നത്തെ രാജാവും ഭരണാധികാരിയും ഒക്കെ ചന്ദ്രനെയും സൂര്യനെയും ഒക്കെ ആരാധിക്കുന്ന ആളുകളായിരുന്നു. അന്നത്തെ രാജാക്കന്മാരും ജന്മികളും വ്യാപാരികളുമായ ആളുകളൊക്കെ ദൈവത്തിന്റെ പ്രതിനിധികളാണെന്നാണ് പറഞ്ഞിരുന്നത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരോട്, നിങ്ങൾ ചന്ദ്രനെ ആരാധിക്കരുത്, നിങ്ങൾ സൂര്യനെ ആരാധിക്കരുതെന്ന് തൗഹീദിന്റെ മന്ത്രം തൗഹീദ് പറയുമ്പോ അവരുടെ ആചാരങ്ങളെ മാത്രമല്ല എതിർത്തിരുന്നത്, അവരുടെ അധികാരത്തെയായിരുന്നു, അവരുടെ സമ്പത്തിനെയായിരുന്നു, അവരുടെ ആഢ്യത്വത്തെയും പ്രൗഢിയെയുമായിരുന്നു സയ്യിദുനാ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം എതിർത്തിരുന്നത്. അതുകൊണ്ട് തന്നെ അവരെല്ലാവരും
അവരെല്ലാവരും ഖലീലുല്ലാഹി ഇബ്രാഹിം നബിക്കെതിരായി. എത്രത്തോളം എന്ന് വെച്ചാൽ കൊണ്ടുപോയിട്ട് കരിക്കാൻ പറഞ്ഞ സമയത്ത് നമ്രൂദ് തീരുമാനം പറഞ്ഞു, ആളുകളുടെ മുമ്പിൽ വെച്ചു. നമ്രൂദ് പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യണം? ഇബ്രാഹിമിനെ നമ്മൾ അഗ്നിക്കിരയാക്കുകയാണ്. അതുകൊണ്ട് ഈ ലോകത്തിലെ എന്റെ ഭരണകൂടത്തിന് കീഴിൽ ഏറ്റവും വലിയൊരു അഗ്നികുണ്ഡാരം തയ്യാറാക്കണം. അത് ഏറ്റവും വലിയതായിരിക്കണം. അതിനുവേണ്ടി നിങ്ങളൊക്കെ എന്ത് ചെയ്യണം? നമ്മൾ സാധാരണ വരിസംഖ്യ പിരിക്കുന്നത് പോലെ എല്ലാവരുടെ അടുത്തുനിന്നും പോയിട്ട് എല്ലാവരും കുറച്ച് വിറക് എല്ലാവരുടെയും വകയായിട്ട് കൊണ്ടുവരാൻ പറഞ്ഞു. എത്രത്തോളം എന്ന് വെച്ചാൽ ഹത്താ ഇന്നൽ മർഅത മിൻഹും ഇദാ മരിദത്, പെണ്ണുങ്ങൾ വരെ, അസുഖമായി കിടന്ന പെണ്ണുങ്ങൾ വരെ തന്റെ അസുഖം ഭേദമാകാൻ വേണ്ടി ഞാൻ ഇബ്രാഹിമിനെ കരിക്കാൻ വിറക് കൊടുത്തോളാം എന്ന് വരെ നേർച്ചയാക്കിയിരുന്നു. അത്രത്തോളം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ മാറ്റി നിർത്തപ്പെട്ടിരുന്നു എന്ന് മഹാനായ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തുന്നു. ഒരു വിറക് കൊണ്ടുള്ള പൂജ തന്നെ അവരെ കാലത്ത് നടത്തി. പക്ഷേ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അതുകൊണ്ടൊന്നും ഭയന്നില്ല, അതുകൊണ്ടൊന്നും ബേജാറേയില്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോടപ്പോ ജിബ്രീൽ വന്നുകൊണ്ട് ചോദിച്ചു, കേച്ചിലാക്കണോന്നൊരു ചോദ്യം. വേണ്ട. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത് ഹസ്ബി അല്ലാഹു വ നിഅമൽ വക്കീൽ, എനിക്ക് എന്റെ തമ്പുരാൻ മതി, എന്റെ കാര്യങ്ങൾ നോക്കാൻ എന്റെ റബ്ബ് മതി എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഒരുപാട് ഗുണപാഠമാണ്. പ്രതിസന്ധികളിൽ പതറാതിരിക്കുക എന്നതാണ് ഇബ്രാഹിം നബി എന്റെയും നിങ്ങളുടെയും ഒക്കെ മുമ്പിൽ വെച്ച് തരുന്ന ഏറ്റവും വലിയ ഗുണപാഠം. എല്ലാ പ്രതിസന്ധികളെയും അക്ഷോഭ്യനായി സയ്യിദുന ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നേരിട്ടു. മല പോലെ വന്ന പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും മഹാവിപത്തുകളെയും ഒക്കെ മഞ്ഞുപോലെയാക്കി അഗ്നികുണ്ഡാരത്തിലിരുന്ന് പുഞ്ചിരി തൂകി ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. ആ ഒരു ഗുണത്തെ അല്ലാഹു മനോഹരമായി പറയുന്നുണ്ടോ? ഇബ്തലാ ഇബ്രാഹീമ റബ്ബുഹു ബികലിമാതിൻ ഫഅതമ്മഹുൻ ഖാല ഇന്നി ജാഇലുക ലിന്നാസി ഇമാമാ ഖാല വമിൻ ദുർരിയതി ഖാല ലാ യനാലു അഹ്ദി الظالمين. സൂറത്തുൽ ബഖറ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഫഇദ് ഇബ്തലാ ഇബ്രാഹീമ റബ്ബുഹു ബികലിമാത്. ഇബ്രാഹീമിനെ നമ്മൾ പരീക്ഷിച്ച സമയം ഒരുപാട് കാര്യങ്ങളെ കൊണ്ട് ഇബ്രാഹീമിനെ നാം പരീക്ഷിച്ചു. വഇദ് ഇബ്തലാ ഇബ്രാഹീമ റബ്ബുഹു ബികലിമാതിൻ ഫഅതമ്മഹുന്ന ഖാല ഇന്നി ജാഇലുക ലിന്നാസി ഇമാമാ. മഹാന്മാരായ മുഫസ്സിറുകൾ ഒരുപാട് വ്യാഖ്യാനങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ് കലിമത്ത് എന്ന പദപ്രയോഗത്തിന്റെ അർത്ഥം? മഹാനായ ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു, മഹാനായ മുഹമ്മദ് ബിൻ അഹ്മദ് അൽ അൻസാരി അൽ ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി തഫ്സീർ അൽ ഖുർത്തുബിയിൽ രേഖപ്പെടുത്തി വെക്കുന്നു. ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ. മുവത്തയിലുള്ള ഒരു ഹദീസ് വിശദീകരിച്ചുകൊണ്ടാണ് യഹ്യ ബിൻ സഈദ് അന്നഹു സമിഅ സഈദ് ബിൻ അൽ മുസയ്യിബ്, സഈദ് ബിൻ മുസയ്യിബ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിവായത്ത് ചെയ്തുകൊണ്ട് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്ന പ്രശ്നങ്ങളെക്കുറിച്ചും പ്രതിസന്ധികളെക്കുറിച്ചും ഒക്കെ പറയുന്നുണ്ട്. സഈദ് ബിൻ അൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇബ്രാഹിം അലൈഹിസ്സലാം അവ്വലു മൻ ഇഖ്തതൻ, ആദ്യമായി മാർക്കം ചെയ്ത സുന്നത്ത് കർമ്മം നിർവഹിച്ചയാള് സയ്യിദുന ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ്. അവ്വലു മൻ അദാഫ അദ്ദൈഫ്, ചരിത്രത്തിൽ ആദ്യമായി അതിഥി സൽക്കാരം നടത്തിയത് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ്. ആദ്യമായി മീശ വെട്ടിയത് സയ്യിദുന ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ്. അവ്വലു മൻ ശാബ്, ആദ്യമായി നര വന്നത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനാണെന്ന് മഹാനായ സഈദ് ബിൻ അൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തി വെക്കുന്നു. അങ്ങനെ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നര കണ്ട സമയത്ത് ഫലമ്മാ അശ്ശൈബ, നര കണ്ട സമയത്ത് ഖാല, അല്ലാഹുവിനോട് ചോദിച്ചു അത്രേ, മാ ഹാദാ, ഇതെന്താണ് പടച്ച തമ്പുരാനെ? ഖാല വഖാർ, ഇത് നിങ്ങൾക്ക് നമ്മൾ തരുന്ന പ്രൗഢിയാണ്, പ്രൗഢിയുടെ അടയാളമാണ് നിങ്ങളുടെ മുഖത്ത് നിങ്ങൾക്ക് നാം തരുന്ന ഓരോ വെള്ളി രോമങ്ങളും എന്ന്. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു അത്ര, യാ റബ്ബി സിദ്നി വഖാറ, അല്ലാഹുവേ
എനിക്ക് ആ പ്രൗഢിയുടെ അടയാളം ഒന്ന് വർദ്ധിപ്പിച്ചു തരണേ എന്ന് അള്ളാഹുവിനോട് അപ്പോൾ തന്നെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്തുവത്രേ. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം നേരിടേണ്ടി വന്നതിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ മഹാന്മാരായ മുഫസ്സിറുകൾ രേഖപ്പെടുത്തി വെക്കുന്നു. മഹാനായ ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി തഫ്സീർ റാസിയിൽ രേഖപ്പെടുത്തി വെക്കുന്നു, ഇബ്തലാഹു ബിസബ്അതി അശ്യാ, അല്ലാഹു സുബ്ഹാനഹു വ തആല 7 കാര്യങ്ങളെ കൊണ്ട് പരീക്ഷിച്ചു കളഞ്ഞു ഇബ്രാഹിം നബിയെ. ബിശംസി, സൂര്യനെ കൊണ്ട് പരീക്ഷിച്ചു, വൽ ഖമരി, ചന്ദ്രനെ കൊണ്ട് പരീക്ഷിച്ചു, വൽ കവാകിബ്, താരഗണങ്ങളെ കൊണ്ട് പരീക്ഷിച്ചു. എന്താ പരീക്ഷണം? ജനിച്ചു വീഴുന്നത് തന്നെ സൂര്യനെയും നക്ഷത്രങ്ങളെയും ചന്ദ്രനെയും ഒക്കെ ആരാധിച്ചിരുന്നൊരു സമുദായത്തിലേക്കാണ്. ഈ ഒരു സമുദായത്തിന്റെ ഇടയിലാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തൗഹീദിന്റെ ധ്വജവാഹകനായി ആളുകൾക്കിടയിലേക്ക് വരുന്നത്. 4ാമത്തെ കാര്യം വൽ ഖിതാൻ, മാർഗ കല്യാണം, സുന്നത്ത് കർമ്മം ആദ്യമായി നിർവഹിച്ചയാള് സയ്യിദുന ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമാണെന്നാണ് മഹാനായ സഈദ് ഇബ്നു മുസയ്യിബ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള ആളുകളൊക്കെ രേഖപ്പെടുത്തി വെക്കുന്നത്. അതുപോലെ മഹാനായ ഇമാം സഈദ് ഇബ്നു ഇബ്രാഹിം റളിയല്ലാഹു അൻഹു പറയുകയാണ്, അവ്വലു മൻ ഖതബ അലൽ മനാബിർ ഇബ്രാഹിം ഖലീലുല്ലാഹ്, ആദ്യമായി സ്റ്റേജ് കെട്ടി ഒരു മിമ്പർ ഉണ്ടാക്കി അതിന് മുകളിൽ കയറി നിന്ന് പ്രസംഗിച്ചയാളാണ് സയ്യിദുന ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അവ്വലു മൻ ഖതബ അലൽ മനാബിരി ഇബ്രാഹിം ഖലീലുല്ലാഹ്. മഹാനായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൊട്ട് റിവായത്ത് ചെയ്യുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇന്നത്തഖിദുൽ മിമ്പറ, ഞാനൊരു സിംഹാസനം എടുക്കുകയാണെങ്കിൽ, ഞാനൊരു സിംഹാസനം ഉണ്ടാക്കുകയാണെങ്കിൽ ഫഖദ് ഇത്തഖദഹു അബി ഇബ്രാഹിം, ആ ഒരു സിംഹാസനം എന്ന് പറയുന്നത് എന്റെ പിതാവായ ഇബ്രാഹിം പ്രവാചകൻ ഉണ്ടാക്കിയതാണ്. വഇന്നത്തഖിലുൽ അസാ, ഞാൻ വടി കുത്തിപ്പിടിച്ച് നടക്കുന്നയാളാകുന്നുവെങ്കിൽ, ഒരു വടി ഞാൻ കുത്തിപ്പിടിക്കുന്നുവെങ്കിൽ ഫഖദ് ഇത്തഖദഹ അബി ഇബ്രാഹിം, അതെന്റെ പിതാവായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം കുത്തിപ്പിടിച്ചിരുന്നതാണ് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്തിനെയൊക്കെ വിശദീകരിച്ചുകൊണ്ട് വൈദിബ്തല ഇബ്രാഹിം റബ്ബുഹു ബികലിമാത്തിൻ എന്ന ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മഹാന്മാരായ മുഫസ്സിറുകൾ ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു പറയുകയാണ്, അജ്മഅൽ ഉലമാഉ അലാ അന്ന ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അവ്വലു മൻ ഇഖ്തതൻ, ആദ്യമായി ഖിതാൻ ചെയ്യപ്പെട്ടയാളാണെന്ന വിഷയത്തിൽ ഇമാമിയങ്ങൾ ഇജ്മാ ആണ്, ഏകാഭിപ്രായമാണ്. ഈ വിഷയത്തിൽ ഭിന്നതയില്ല എന്ന് ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു മുഹമ്മദ് ബിൻ അഹ്മദ് അൽ അൻസാരി അൽ ഖുർത്തുബി തഫ്സീർ ഖുർത്തുബിയിൽ രേഖപ്പെടുത്തി വെക്കുന്നു. ഓച്ചയിൽ ഇങ്ങനെ ഒരു ഹദീസ് കാണാം, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് മൗഖൂഫായ ഒരു ഹദീസ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഖിതാൻ ചെയ്യുന്ന സമയത്ത് വഹുബനി 120 സന, 120 വയസ്സ്. സുബ്ഹാനല്ലാഹ്, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഖിതാൻ ചെയ്യുന്ന സമയത്ത് 120 വയസ്സ് പ്രായമായിരുന്നു. വആശ ബഅദ ദാലിക 80 സന, അതിനുശേഷം പിന്നീട് 80 വർഷക്കാലം പിന്നെയും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ജീവിച്ചു. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, 120 വയസ്സ് പ്രായമായ ആളോട് അള്ളാഹുവിന്റെ കൽപ്പനയാണ്, നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഖിതാൻ ചെയ്യണം. പറഞ്ഞ സമയത്ത് റബ്ബിന്റെ കൽപ്പനക്കപ്പുറം തിരുവായിക്കെതിരുവായില്ല എന്ന് പറയുന്നത് പോലെ അള്ളാന്റെ കൽപ്പനക്കപ്പുറം മറ്റൊന്നും ചിന്തിക്കാൻ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി ഒറ്റവെട്ടിന് സ്വന്തം ലിംഗാഗ്രം മുറിച്ചു കളഞ്ഞു എന്ന് മഹാന്മാരായ മുഫസ്സിറുകൾ രേഖപ്പെടുത്തി വെക്കുന്നു. അതുകൊണ്ടാണ് ഇന്നി ജാഇലുക ലിന്നാസി ഇമാമ, അതുകൊണ്ട് നിങ്ങളെ നാം എന്താക്കി? ജാഇലുക, നിങ്ങളെ നാം ആക്കി ഇമാമ, ജനങ്ങൾക്ക് നിങ്ങളെ നമ്മൾ ലീഡറാക്കി. ലോകത്ത് വരാൻ പോകുന്ന സകലമാന ആളുകൾക്കും, ലോകാവസാനം വരെ വരാൻ പോകുന്ന എല്ലാ ആളുകൾക്കും നേതാവായി നാം നിങ്ങളെ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന് അല്ലാഹു പറയുന്നത്. അപ്പോൾ ഖിതാൻ. അടുത്തത് വന്നാർ, അഗ്നി കൊണ്ട് അല്ലാഹുവിന്റെ പരീക്ഷണമുണ്ടായി.
അഗ്നികുണ്ടാരം ഒരുക്കപ്പെട്ടു. നമ്രൂദ് അഗ്നികുണ്ടാരം ഒരുക്കി. എന്നിട്ട് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ തെറ്റവില്ലിൽ വെച്ച് അതിലേക്ക് എറിഞ്ഞു. പക്ഷേ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അല്ലാഹു സംരക്ഷിച്ചു. വഖുൽനാ യാ നാറു കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം. അള്ളാഹുവിന്റെ കൽപ്പനയായിരുന്നു. കഴിഞ്ഞ ആഴ്ച നമ്മൾ അതിനെക്കുറിച്ച് അല്പം വിശദീകരിച്ച് പറഞ്ഞിരുന്നു. അള്ളാന്റെ കൽപ്പന വന്നു, യാ നാറു കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം. ഇബ്രാഹിം എന്റെ പ്രവാചകനാണ്. എന്റെ പ്രവാചകന്റെ മേലെ നിങ്ങൾ തൽക്കാലം ഇപ്പോഴുണ്ടാക്കിയ അവസ്ഥയൊന്നും മാറ്റി നിങ്ങൾ തണുപ്പേകണമെന്ന് റബ്ബിന്റെ കൽപ്പന വന്നു. പ്രിയപ്പെട്ടവരെ, സ്വന്തം മകനെ കൊണ്ടുപോയിട്ട് അറക്കാൻ വേണ്ടി കൽപ്പിച്ചു. സ്വന്തം മകനെ കൊണ്ടുപോയി അറുക്കാൻ കൽപ്പിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആ ഒരു കൽപ്പനയും അപ്പടി നിറവേറ്റുകയാണ് ചെയ്തത്. വൽ ഹിജ്റ, ഇവർ രണ്ടുപേരെയും ആരുമില്ലാത്ത മണൽപ്പരപ്പില്, ആരുമില്ലാത്ത മണലാരണ്യത്തില് കൊണ്ടുപോയി ആക്കി. അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം മഹാനായ സയ്യിദുനാ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കൊണ്ടുപോയിട്ടാക്കി. എന്നിട്ട് അള്ളാഹുവിനോടൊരു ദുആയാണ്, ചരിത്രത്തിൽ ഏറെ പറയപ്പെട്ട ദുആ. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വിഷയത്തിന്റെ അവസാനത്തിൽ നമ്മൾക്ക് ചർച്ച ചെയ്യാനുള്ളത് ശ്രദ്ധേയമായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ 3 ദുആയെ കുറിച്ചാണ്. 3 ദുആകൾ, അതിലേക്ക് ഞാൻ വരാം ഇൻഷാ അല്ലാഹ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാന്റെ കൽപ്പന വന്നു, ഹിജ്റ പോകണം. നിങ്ങൾ നിങ്ങളുടെ സന്താനങ്ങളെയും നിങ്ങളുടെ ഭാര്യമാരെയും ഒക്കെ കൊണ്ടുപോയിട്ട് മക്ക പ്രദേശത്ത് കൊണ്ടുപോയി ആക്കണം. എന്നിട്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ പോയ റബ്ബിനോടൊരു ദുആയാണ്, റബ്ബനാ ഇന്നി അസ്കൻതു മിൻ ദുർരിയതി ബിവാദിൻ ഗൈരി ദീ സർഇൻ ഇൻദ ബൈതികൽ മുഹറം. ശ്രദ്ധേയമായ ഒരു ദുആയാണ്. അല്ലാഹുവേ റബ്ബന ഇന്നി അസ്കൻതു മിൻ ദുർരിയതി ബിവാദിൻ, ഞാൻ എന്റെ കുടുംബത്തെ, ഞാൻ എന്റെ ബന്ധുക്കളെ ഞാൻ ഇവിടെ കൊണ്ടുപോയി പാർപ്പിച്ചിരിക്കുന്നു തമ്പുരാനെ. അസ്കൻതു മിൻ ദുർരിയതി ബിവാദിൻ, ഒരു മലഞ്ചെരുവില്, ബിവാദിൻ ഗൈരി ദീ സർഇൻ, അവിടെ സസ്യങ്ങളില്ല, ചെടികളില്ല, പച്ചപ്പില്ല, വെറും കണ്ണെത്താ ദൂരത്തോളം കിടക്കുന്ന മരുഭൂമി, മരുപ്പരപ്പ് മാത്രമാണുള്ളത് തമ്പുരാനെ എന്ന് അള്ളാഹുവിനോടൊരു പ്രാർത്ഥനയായിരുന്നു സയ്യിദുനാ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഇങ്ങനെ 7ഓളം കാര്യങ്ങളിൽ അള്ളാഹു പരീക്ഷിച്ചു. അതൊക്കെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഫവഫാ ബിൽ കുൽ, എല്ലാ കാര്യത്തെയും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം സക്സസ്ഫുള്ളായി വിജയിച്ചു എന്ന് മഹാനായ ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ പരീക്ഷണങ്ങളായിരുന്നു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് കൊടുത്തത് എന്ന് നമുക്ക് കാണാൻ കഴിയും. മഹാനവറുകളെ കുറിച്ച് പറയുന്ന ഒരു വിശേഷണം, ഖൽബുഹു ലിർറഹ്മാൻ വബദനുഹു ലിന്നീറാൻ വവലദുഹു ലിൽഖുർബാൻ വമാലുഹു ലിദ്ദീഫാൻ എന്ന് മഹാന്മാര് പറയുന്നു. ഖൽബുഹു ലിർറഹ്മാൻ, സ്വന്തം ഹൃദയം അത് തമ്പുരാന്റെ മുമ്പിൽ അടിയറവ് വെച്ചയാളായിരുന്നു. ഖൽബ് റബ്ബിന് വേണ്ടി സമർപ്പിച്ചയാളായിരുന്നു സയ്യിദുനാ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. വബദനുഹു ലിന്നീറാൻ, സ്വന്തം ശരീരം അത് അഗ്നിക്ക് വേണ്ടിയായിരുന്നു. വവലദുഹു ലിൽഖുർബാൻ, സ്വന്തം മക്കളെ ബലിതർപ്പണത്തിന് വേണ്ടിയായിരുന്നു. ഇങ്ങനെയാകാൻ പ്രിയപ്പെട്ടവരെ എനിക്കും നിങ്ങൾക്കുമൊക്കെ കഴിയണം. ഇങ്ങനെ നമുക്ക് ആകാൻ കഴിഞ്ഞാൽ പരീക്ഷണങ്ങളെ, ജീവിതത്തിലുള്ള പരീക്ഷണങ്ങളെ എനിക്കും നിങ്ങൾക്കുമൊക്കെ അതിജീവിക്കാൻ പറ്റും. എല്ലാ പരീക്ഷണങ്ങളിലും വിജയിക്കുന്നവർ തന്നെ പരാജയപ്പെട്ടു പോകുന്ന 2 കാര്യങ്ങളുണ്ട്. ഒന്ന് ധനം, ധനത്തോടുള്ള അതിയായ മോഹം. രണ്ടാമത്തെ കാര്യം സ്ഥാനമാനങ്ങൾ. ധനത്തിനോടും സ്ഥാനമാനങ്ങളോടും എന്നു മുതൽ ഇഷ്ടം വെച്ചോ നമ്മൾ അമ്പേ ജീവിതത്തിൽ പരാജയപ്പെട്ടു പോകും.
എല്ലാം സമർപ്പിക്കാൻ തയ്യാറാകുന്നവർ തന്നെ പൈസ അല്പം ചെലവാക്കുന്നതിൽ വളരെ പിന്നിലാകും. ഈമാനൊക്കെ ഉണ്ടാവും അത്യാവശ്യത്തിന്, പക്ഷെ കയ്യിൽ നിന്ന് പൈസ അങ്ങോട്ട് എടുത്തു കൊടുക്കാൻ ഇത്തിരി മടി കാണിക്കും. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ കയ്യിലുണ്ടായിരുന്ന ധനം, സമ്പാദ്യം മുഴുവനും അവന്റെ തമ്പുരാനും അവന്റെ പടപ്പുകൾക്കും വേണ്ടി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം സമർപ്പിച്ചു. ഒരു അതിഥിയില്ലാതെ, ഒരു ഗസ്റ്റ് ഇല്ലാതെ മഹാനവറുകൾ ഒരിക്കൽ പോലും ഭക്ഷണം കഴിക്കാറില്ലായിരുന്നു. ഒരിക്കൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഭക്ഷണം കഴിക്കാൻ ഒരുങ്ങിയപ്പോ അന്ന് ഗസ്റ്റ് ആരുമില്ല, അതിഥികളായിട്ടാരുമില്ല. അങ്ങനെ ഒരു ഗസ്റ്റിന് എങ്ങനെയെങ്കിലും കിട്ടുമെന്ന് ആലോചിച്ച് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പുറത്തോട്ട് ഇറങ്ങി. നിരാശയായിരുന്നു ഫലം, നിരാശയായിരുന്നു, ആരെയും കിട്ടിയില്ല. തിരിച്ചു വന്നപ്പോ വീട്ടിലൊരാൾ കുത്തിരിക്കുന്നുണ്ട്. വീട്ടിലൊരാള്, അയാളോട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചു, നിനക്കെങ്ങനെ എന്റെ വീട്ടിൽ കയറാൻ കഴിഞ്ഞു? അയാള് പറഞ്ഞ മറുപടി, എനിക്ക് ഏത് കുടിലിലും ഏത് കൊട്ടാരത്തിലും ഏതവന്റെ കൊത്തളങ്ങളിലും എനിക്ക് അനുവാദമില്ലാതെ കയറാൻ സാധിക്കുന്നയാളാണ് ഞാൻ എന്ന് സയ്യിദുന ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ആള് മറുപടി പറഞ്ഞപ്പോ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് കാര്യം മനസ്സിലായി. വന്നയാള് മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹി സ്വലാത്തു വസ്സലാമാണ്. എന്തിനാണ് നിങ്ങൾ വന്നിട്ടുള്ളതെന്ന് അസ്റായീലിനോട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചു. അപ്പൊ പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമി ലോകത്തൊരാളെ ഖലീലായി അല്ലാഹു തെരഞ്ഞെടുത്തിട്ടുണ്ട്. അല്ലാഹുവിന്റെ ആത്മമിത്രമായി, അല്ലാഹുവിന്റെ ഇഷ്ടത്തോഴനായി റബ്ബ് ഒരാളെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ആ ഒരു സന്തോഷ വാർത്ത നിങ്ങളെ അറിയിക്കാൻ വേണ്ടി ഞാൻ വന്നതാണ്, അതറിയിക്കാൻ വേണ്ടി ഞാൻ വന്നതാണ്. അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ആ അടിമ, നിങ്ങളിപ്പോ പറഞ്ഞ ആളുണ്ടല്ലോ, അള്ളാന്റെ ഒരു അടിമ, ആ അടിമയെ അള്ളാഹു അവന്റെ ഖലീലായി തെരഞ്ഞെടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ, ആ അടിമ എവിടെയായാലും, ആ അടിമ എവിടെ ഇരുന്നാലും ഞാൻ അവന്റെ അടുത്ത് ചെന്നവന്റെ സേവകനായി മാറാമെന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അസ്റായീലിനോട് പറഞ്ഞ സമയത്ത് അസ്റായീൽ പറഞ്ഞു, ദാലികൽ അബ്ദു അൻത്, ആ ഒരു അടിമ എന്ന് പറയുന്നത് അത് നിങ്ങളാണ് എന്ന് ഇബ്രാഹിം നബിയോട് പറഞ്ഞു. ഇബ്രാഹിം നബി തിരിച്ചു ചോദിച്ചു, അള്ളാഹു എന്തുകൊണ്ടാണ് എന്നെ ഖലീലാക്കാൻ കാരണം? എന്നെ ഇഷ്ട സുഹൃത്താക്കി, ആത്മസുഹൃത്താക്കി, ആത്മമിത്രമാക്കി കാണാൻ എന്താ കാരണം? അപ്പോ മഹാനായ അസ്റായീൽ അലൈഹി സ്വലാത്തു വസ്സലാം മറുപടി പറഞ്ഞു, നിങ്ങളുടെ അതിഥി സൽക്കാരമാണ് അതിന് കാരണം. നിങ്ങളെ അതിഥികളെ സൽക്കരിച്ചുകൊണ്ട് നിങ്ങൾ ആളുകളെ നല്ല രീതിയിൽ ക്ഷണിച്ച് സ്വീകരിച്ചിരുത്തിരുന്നു. അതുകൊണ്ട് അത് അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതായി എന്ന് അസ്റായീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു. ഇനി ഞാനും നിങ്ങളുമൊക്കെ സ്വന്തം ചിന്തിക്കും, നമ്മൾ എത്രയാണ് പണം ചെലവാക്കാറുള്ളത്? പണം ചെലവാക്കല്, അള്ളാന്റെ മാർഗത്തിൽ സമർപ്പിക്കല്, അത് വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമേ കഴിയുള്ളൂ. പണം എന്നുള്ള പരീക്ഷണം അതിൽ പെട്ടുകഴിഞ്ഞാൽ പലപ്പോഴും അമ്പേ പരാജയപ്പെടാറുള്ളത്. ചില ആളുകൾ പരാജയപ്പെടാറുള്ളത് സ്ഥാനമാനങ്ങളിലാണ്. എത്ര ഉയർന്ന വ്യക്തികളും എത്ര ഉന്നതമായ സ്ഥാനങ്ങളിലൊക്കെ ഇരിക്കുന്ന വ്യക്തികളും പരാജയപ്പെട്ടു പോകും. തന്റെ കസേര, താനിരിക്കുന്ന കസേര തെറിക്കുമെന്ന് കാണുമ്പോഴാണ് പല ആളുകളും ചീത്തയാകുന്നത്, പല ആളുകളും മോശമാകുന്നത്. അപ്പോഴാണ് അയാള് സ്വന്തം വേറൊരു വ്യക്തിയായി മാറുന്നത്. സ്വന്തം കുടുംബവും സംഘടനയും അയാൾ പിളർത്താൻ തുടങ്ങൽ അപ്പോഴാണ്. സ്ഥാനമാനം കിട്ടാതിരിക്കുമ്പോ, ഇരിക്കുന്ന കസേര തെറിക്കുമെന്ന് കാണുമ്പോഴാണ് പലപ്പോഴും പിളർപ്പുണ്ടാക്കാൻ ശ്രമിക്കാറുള്ളത്. സ്ഥാനങ്ങൾക്ക് വേണ്ടി എന്ത് ചീത്തയും ചെയ്യുന്ന ഒരു അവസ്ഥ പിന്നീട് അയാൾക്കുണ്ടാകും. പക്ഷേ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം എല്ലാ പരീക്ഷണങ്ങളെയും അതിജീവിച്ചു. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ പരീക്ഷണങ്ങളെക്കുറിച്ച് പറയുമ്പോൾ എടുത്തു പറയേണ്ട ഒന്നാണ്, കഅബ ശരീഫ് പണിത സമയത്ത് അവിടേക്ക് ഏറ്റവും കൂടുതൽ പദവിയുള്ള ഒരു പ്രവാചകനെ അയക്കണമെന്ന്
ഏറ്റവും കൂടുതൽ അങ്ങോട്ട് വരാൻ അർഹനായ ഒരു പ്രവാചകനെ നിങ്ങൾ പറഞ്ഞയക്കണമെന്ന് അല്ലാഹുവിനോട് ഒരു ദുആയുണ്ട്. റബ്ബന വബ്അസ് ഫീഹിം റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിക വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മത വയുസക്കീഹിം ഇന്നക അൻതൽ അസീസുൽ ഹകീം. ഒരു ദുആയാണ്. ഞങ്ങളുടെ സന്താനങ്ങൾക്ക് ഞങ്ങളുടെ രക്ഷിതാവേ നിന്റെ ദൃഷ്ടാന്തങ്ങൾ ഓതി കേൾപ്പിച്ചു കൊടുക്കുകയും നിന്റെ മാർഗത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുകയും അവരെ സംസ്കരിക്കുകയും ചെയ്യുന്ന ഒരു ദൂതനെ നിങ്ങൾ അല്ലാഹുവേ നീ പറഞ്ഞയക്കണേ എന്ന് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിനോട് ദുആ ചെയ്തു. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചാണെന്നാണ് മഹാനായ ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്. അമ്മസ്തിഗാലുഹു ബിദ്ദുആഇ ഫി അയ്യബഅസല്ലാഹു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ് അതുവഴി ഉദ്ദേശിച്ചത്. ഫി ആഖിരി സമാൻ, അവസാന കാലഘട്ടത്തിലേക്ക് നിയോഗിതനാകുന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചാണതെന്ന് മഹാനായ ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തി വെക്കുന്നു. താൻ പണിത കഅബാലയത്തിൽ കഅബാലയത്തിൽ തന്നെക്കാൾ ഉയർന്ന ഒരു പ്രവാചകനെ അയക്കണമെന്നാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അന്ന് ദുആ ചെയ്തത്. സ്വന്തം കസേരയിൽ, സ്വന്തം അധികാരത്തിന്റെ കസേരയിൽ സ്വന്തം മോനാണെങ്കിൽ പോലും കയറ്റിയിരുത്താൻ മടി കാണിക്കുന്ന ഒരു അവസ്ഥയാണ് എന്റെ നിങ്ങളുടെയൊക്കെ മുമ്പിൽ എന്നുള്ളത്. അല്ലാഹു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഈ ഒരു തരത്തിൽ, വലിയ തരത്തിൽ പരീക്ഷണങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വ്യക്തിത്വത്തെയും ഇബ്രാഹിം നബിയുടെ ആദർശത്തെയും ആഗ്രഹത്തെയും ഒക്കെ അറിയണമെങ്കിൽ അദ്ദേഹം നടത്തിയ പ്രധാനപ്പെട്ട പ്രാർത്ഥനകളെ കുറിച്ചൊന്ന് ചിന്തിച്ചാൽ മതി. ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന തന്നെയായിരിക്കാം ഖുർആനിൽ ഒരുപക്ഷെ കൂടുതലായിട്ടും പറഞ്ഞിട്ടുണ്ടാവുക. ആത്മീയമായ അർത്ഥത്തിലുള്ളതും ഒരു ജനനായകൻ എന്ന നിലയിലുള്ള പ്രാർത്ഥനയായിട്ട് നമുക്ക് ഒരുപാട് കാണാൻ കഴിയും. വലാ തുഖ്സിനി യൗമ യുബ്അസൂൻ, അല്ലാഹുവേ പുനരുദ്ധാന നാളിൽ നീ എന്നെ വഷളാക്കരുതേ എന്ന് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്തു അത്രേ. എന്ത് അവസാനം എല്ലാവരെയും പുനർജീവൻ നൽകുന്ന സമയത്ത്, ആ ഒരു സമയത്ത് എന്നെ നീ വഷളാക്കല്ല തമ്പുരാനെ എന്ന് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിനോട് ദുആ ചെയ്തു. സ്വർഗവും അല്ലാഹുവിന്റെ പ്രീതിയും കാംക്ഷിച്ചുകൊണ്ടുള്ള ഇത്തരത്തിലുള്ള വൈകാരികമായ പ്രാർത്ഥനകൾ ഒരുപാട് ഇബ്രാഹിം നബിൻ്റെതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇമാമുന്നാസ് അഥവാ ഒരു ജനനായകൻ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ പ്രാർത്ഥന വളരെ മനോഹരമായി പരിശുദ്ധമായ ഖുർആൻ ഉദ്ധരിക്കുന്നുണ്ട്. നാടിന്റെ സുരക്ഷയും ക്രമസമാധാനവും ഒക്കെ മുൻനിർത്തിയിട്ടുള്ള മനോഹരമായൊരു ദുആ. അല്ലാഹുവേ ഞങ്ങളുടെ നാടിനെ നീ നിർഭയത്വമുള്ള പ്രദേശമാക്കി മാറ്റണേ തമ്പുരാനെ എന്ന് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്തുവത്രേ. അല്ലാഹുവിനോട് ദുആ ചെയ്തുവത്രേ. വഇദ് ഖാല ഇബ്രാഹിം റബ്ബി ഇജ്അൽ ഹാദാ ബലദൻ ആമിന, അല്ലാഹുവേ ഈ ഒരു നാടിനെ, ഈ നാട്ടിനെ നിർഭയത്വത്തിന്റെ നാടാക്കണേ തമ്പുരാനെ. വർസുഖ് ലഹു മിനസ് സമറാത്ത്, അതിലുള്ള ആളുകൾക്കൊക്കെ നീ എന്ത് ചെയ്യണം? വിശ്വസിക്കുന്ന ആളുകൾക്കൊക്കെ കായ്ക്കനികളും ആഹാരങ്ങളും ഒക്കെ നീ നൽകണം തമ്പുരാനെ. മൻ ആമന മിൻഹും ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അല്ലാഹുവിനെ കൊണ്ടും അന്ത്യനാളിനെ കൊണ്ടും ഒക്കെ വിശ്വസിച്ച ആളുകൾക്ക് നീ ഈ ഭവനത്തിൽ, ഈ നാട്ടിൽ വരുന്ന ആളുകൾക്കൊക്കെ നീ നിർഭയത്വം നൽകണേ തമ്പുരാനെ എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ദുആ. നാടിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി, ക്രമസമാധാനത്തിന് വേണ്ടിയുള്ള ഒരു ജനനായകന്റെ ദുആയായി ഇതൊക്കെ ഞാനും നിങ്ങളും ഒക്കെ കണക്കിലെടുക്കണം. പട്ടിണിയും ദാരിദ്ര്യവും ഒന്നും ഇല്ലാത്ത സുഭിക്ഷമായ നാടിന് വേണ്ടിയുള്ള അദ്ദേഹത്തിന്റെ അഭിലാഷം, അദ്ദേഹത്തിന്റെ തേട്ടം, റബ്ബിനോടുള്ള അദ്ദേഹത്തിന്റെ ചോദ്യം, അത് സുഭിക്ഷമായ കായ്ക്കനികൾ എന്റെ രാജ്യത്തെ നിവാസികൾക്ക് നൽകണമേ എന്ന പ്രാർത്ഥനയിലൂടെ അടങ്ങിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ പ്രാർത്ഥനയുടെ ഓരോ വശവും എടുത്തു പരിശോധിക്കുമ്പോൾ ആ വ്യക്തിത്വത്തിന്റെ മാസ്മരികമായ ആ ഒരു പ്രോജ്വലത എന്ന് വേണമെങ്കിൽ പറയാം, അത് കൂടുതൽ വ്യക്തമായി കാണാൻ പറ്റും. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥനകളിൽ ഒരിടത്ത് പിന്നെ ഇങ്ങനെ കാണാം.
അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ്, റബ്ബി ഹബ്ലി, അല്ലാഹുവേ എനിക്ക് നീ തരണേ, ഹുക്മൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ വജ്അൽ ലീ ലിസാന സിദ്ഖിൻ ഫിൽ ആഖിരീൻ. അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്, റബ്ബി ഹബ്ലി ഹുക്മൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. അല്ലാഹുവേ എനിക്ക് നീ യുക്തിജ്ഞാനം തരണേ തമ്പുരാനെ, എന്റെ പിന്നാലെ വരുന്ന പിന്മുറക്കാരിൽ എനിക്ക് നീ സൽപ്പേരുണ്ടാക്കണേ തമ്പുരാനെ, എന്റെ ശേഷം വരുന്ന ആളുകൾ എന്നെ കൊണ്ട് ഉണ്ടാക്കുന്ന തരത്തിൽ എന്നെ മാറ്റണേ തമ്പുരാനെ എന്ന് മഹാനായ സയ്യിദുന ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹു ഹുക്മ് നൽകണേ എന്നാണ് ഒരു ദുആ, പ്രധാനമായ ഒരു ദുആ. ഈ ദീനിനെ, ഈ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ ഭൂമുഖത്ത് സ്ഥാപിക്കാൻ വേണ്ടി തെരഞ്ഞെടുത്തപ്പോൾ മുഴുവൻ പ്രവാചകന്മാർക്കും അള്ളാഹു നുബുവത്ത് നൽകിയതോടൊപ്പം അള്ളാഹു നൽകിയതാണ് ഹുക്ം. അല്ലേ? ഒരുപാട് പ്രവാചകന്മാരെ കുറിച്ച് പറയുമ്പോ ഹുക്മം വ ഇൽമ എന്ന് പറഞ്ഞതായി കാണാൻ കഴിയും. നുബുവത്തും കൊടുത്തു, ഹുക്മും കൊടുത്തു. ഹുക്ം എന്ന് പറയുമ്പോ എന്റെ നിങ്ങളുടെയൊക്കെ മനസ്സിലേക്ക് ആദ്യം വരുന്ന അർത്ഥം ഭരണം എന്നാണ്, ഭരണം എന്നാണ്. എന്നാൽ ഏറ്റവും ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ട പ്രവാചകന്മാർ, നേതാക്കന്മാർ തുടങ്ങിയവർ ആളുകൾക്ക് അള്ളാഹു നൽകുകയും അവർ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്ത കാര്യമാണ് ഹുക്മ് എന്ന് പറയുന്നത്. രാജ്യത്ത് നടക്കുന്ന സംഭവങ്ങളെയും നമ്മുടെ അതിനെയൊക്കെ വിവേകപൂർണമായി നോക്കിക്കാണാനും അതിനെ കൃത്യമായി വിശകലനം ചെയ്യാനൊക്കെയുള്ള, കൃത്യമായി അതിന് വേണ്ട സമീപനം സ്വീകരിക്കാനൊക്കെ സാധിക്കുന്ന മാനസികമായ ഒരു അവസ്ഥ, അതിനാണ് നമ്മൾ ഹുക്മ് എന്ന് പറയുക. ഖുർആനിന്റെ ഭാഷയിൽ പറയുന്ന ഹുക്ം അതാണ്. കൃത്യമായി കാര്യങ്ങളെ വിവേകപൂർണമായി നോക്കിക്കാണുകയും അതിന് കൃത്യമായ ഒരു വിശകലനം നടത്താനും കഴിയുക. എന്തെങ്കിലും പുതിയൊരു തീരുമാനമെടുക്കുമ്പോൾ അത് അബദ്ധത്തിൽ എത്തിപ്പെടാത്ത തരത്തിൽ, ഭാവിയിൽ അത് തിരിച്ചടിക്ക് കാരണമാകാത്ത വിധം സുബദ്ധമായ തീരുമാനങ്ങളാകേണ്ടതുണ്ട്. അതിനുവേണ്ടിയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അടക്കമുള്ള ആളുകൾ ഹുക്മ് തരണം എന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്തത്. മറ്റൊരു ദുആ, അല്ലാഹുവേ നീ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ, സജ്ജനങ്ങളോടൊപ്പം നീ ഞങ്ങളെ ചേർക്കണേ എന്നാണ് പ്രാർത്ഥനയിലെ രണ്ടാമത്തെ വചനം. സാധാരണ ജനങ്ങളോടൊപ്പം സ്വർഗപ്രവേശനം സാധിക്കണേ എന്ന് മാത്രമാണ് നമ്മൾ അർത്ഥം നൽകാറുള്ളത്. ദുനിയാവിൽ ജീവിക്കുമ്പോഴും ഒരു സത്യവിശ്വാസിയുടെയും ആഗ്രഹവും മോഹവും അവന്റെ ഇഷ്ടവും തേട്ടവും ഒക്കെ ഇത് തന്നെയാണ്. സജ്ജനങ്ങളായ ആളുകളോടൊപ്പം ചേർക്കണേ തമ്പുരാനെ. നല്ലവരായ ആളുകളോടുള്ള ചങ്ങാത്തം, അവരോടുള്ള കൂട്ടുകെട്ട്, അവരോടുള്ള ജീവിതം എന്ന് പറയുന്നത് വളരെ ആസ്വാദ്യകരമായ, വളരെ മധുരദായകമായ, അള്ളാഹുവിങ്കിൽ നിന്നുള്ള മഹത്തായ ഒരു അനുഗ്രഹം കൂടിയാണത്. നമ്മൾ ബന്ധപ്പെടുന്ന, നമ്മൾ ഇടപഴകുന്നവരൊക്കെ സംസ്കാരമുള്ള ആളുകൾ, നല്ല രീതിയിലുള്ള ആളുകളായിരിക്കണം എന്നുള്ളതൊക്കെ നമുക്കെപ്പോഴും നിർബന്ധ ബുദ്ധി ഉണ്ടായിരിക്കുന്ന കാര്യങ്ങളാണ്. നല്ലൊരു അനുഭൂതിയാണ്. വീട്ടിലെ അംഗങ്ങളായാൽ പോലും, കുടുംബക്കാരായാൽ പോലും, പ്രാസ്ഥാനിക രംഗത്ത് പ്രവർത്തിക്കുന്നവരായാൽ പോലും, സ്ഥാപനത്തിൽ ഒപ്പം ജോലി ചെയ്യുന്നതായാലും കഫീലായാലും ആരായാലും സ്വാലിഹീങ്ങളുമായി ബന്ധപ്പെടുന്ന ഒരിടമായിരിക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ദുനിയാവിലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചങ്ങാത്തത്തിന്റെ മാധുര്യം വേണ്ടുവോളം തുടർന്ന സ്വഹാബത്തെ കിറാം മരണശേഷി മാധുര്യം അനുഭവിക്കാൻ കഴിയില്ല എന്ന് ആശങ്കപ്പെട്ടുകൊണ്ട് പ്രവാചക സവിധത്തിലെത്തിയ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെയാണ് അള്ളാഹുവിനോട് ദുആ ചെയ്യുകയായിരുന്നു, അള്ളാഹുവേ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ, സ്വാലിഹീങ്ങളായ ആളുകളോടൊപ്പം എന്നെ നീ ചേർക്കണേ. അവസാനത്തെ വാക്ക് എന്ന് പറയുന്നത് വജഅൽ ലീ ലിസാന സിദ്ഖിൻ ഫിൽ ആഖിരീൻ, എന്റെ മരണശേഷം ആളുകൾ എന്നെ കുറിച്ച് നല്ലത് പറയണം. ഈ മൂന്ന് കാര്യങ്ങൾ എന്നെയും നിങ്ങളെയും കൂടുതൽ ചിന്തിപ്പിക്കേണ്ടതാണ് പ്രിയപ്പെട്ടവരെ. എന്റെ മരണശേഷം എന്റെ ആളുകൾ എന്നെക്കുറിച്ച് നല്ലത് പറയണം, നല്ല കാര്യം മാത്രമേ പറയാവൂ എന്നാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഒരു ദുആ. നമ്മൾ ഓരോരുത്തരും, ഞാനും നിങ്ങളുമൊക്കെ ഒരു മരണപ്പെട്ടാൽ നമ്മുടെ വീട്ടിലും മറ്റും ഒത്തുകൂടിയ ആളുകളൊക്കെ നമ്മളെക്കുറിച്ച് എന്തായിരിക്കും പറയുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. രണ്ടിലൊരു അഭിപ്രായം മരിച്ചവരെ കുറിച്ച് ആളുകൾ പറയാതിരിക്കില്ല.
മരിച്ചുപോയ ഒരു വ്യക്തിയെക്കുറിച്ച് ജീവിക്കുന്നവർക്ക് നല്ലത് പറയാനും നല്ല മാതൃക ഉൾക്കൊള്ളാനും സാധിക്കുന്ന അവസ്ഥയുണ്ടാകണം. പ്രവാചകന്മാരെ കുറിച്ചെല്ലാം ഇത്തരത്തിൽ വിശുദ്ധമായ ഖുർആൻ പ്രത്യേകമായി അനുസ്മരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഈ 3 പ്രാർത്ഥനയും ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്റെയും നിങ്ങളുടെയും ഒക്കെ മുമ്പിൽ വെച്ച് തരുന്നത് ഇത് എന്റെയും നിങ്ങളുടെയും ഒക്കെ നിത്യപ്രാർത്ഥനയായി മാറാൻ വേണ്ടിയാണ്, നിത്യമായ അഭിലാഷമായി മാറാൻ വേണ്ടിയാണ്. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം നമുക്ക് മാതൃകയായി ഇങ്ങനെ പ്രാർത്ഥിച്ചത്. പ്രിയപ്പെട്ടവരെ, ഒട്ടേറെ പ്രതിസന്ധി വന്നിട്ടും ഒട്ടേറെ പ്രയാസങ്ങൾ വന്നിട്ടും പ്രശ്നങ്ങൾ വന്നിട്ടും വിപത്തുകൾ വന്നിട്ടും ആ ഒരു പ്രവാചകൻ പിടിച്ചു നിന്നു എന്നത് ഏറ്റവും വലിയ ശ്രദ്ധേയമായ കാര്യമാണ്. അല്ലാഹു ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പരീക്ഷണങ്ങൾ പറഞ്ഞുകൊണ്ട് അവസാനം എന്റെയും നിങ്ങളുടെയും മുമ്പിൽ വെക്കുകയാണ്. നിങ്ങൾക്കും പരീക്ഷണം ഉണ്ടാകും. വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫ്. അല്ലാഹു പറയുകയാണ് സൂറത്തുൽ ബഖറയുടെ 55-ാമത്തെയും 56-ാമത്തെയും വചനം. വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഅ് വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസ്. വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഅ്. വിശപ്പ് കൊണ്ട്, ഭയം കൊണ്ട്, സമ്പത്തിലെ ഗണ്യമായ കുറവ് കൊണ്ട് ഒക്കെ നിങ്ങളെ നാം പരീക്ഷിക്കും. അങ്ങനെ വന്നവർക്കൊക്കെ വബശ്ശിരി സാബിരീൻ, ക്ഷമിക്കുന്ന ആളുകൾക്ക് നിങ്ങൾ സന്തോഷവാർത്ത അറിയിക്കണേ. വബശ്ശിരി സാബിരീൻ അല്ലദീന ഇദാ അസാബതുഹും മുസീബ الذين إذا أصابتهم مصيبة قالوا إنا لله وإنا إليه راجعون. അവര് അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് കാര്യങ്ങൾ പറയുന്നവരാണ്. അല്ലാഹുവിലേക്ക് കാര്യങ്ങൾ പറയും. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞുകൊണ്ട് ക്ഷമിക്കാൻ, ബുദ്ധിമുട്ട് വരുമ്പോ, പ്രശ്നങ്ങൾ വരുമ്പോ, പ്രതിസന്ധികൾ വരുമ്പോ, പ്രയാസങ്ങൾ വരുമ്പോ ഇങ്ങനെ പറയാൻ പറ്റണം എന്ന് അല്ലാഹു ഇബ്രാഹിം നബിയുടെ എല്ലാ പരീക്ഷണങ്ങളെക്കുറിച്ചും പറഞ്ഞതിന് ശേഷം പറയുകയാണ്. നമ്മുടെ എല്ലാ കാര്യങ്ങളും അത് അല്ലാഹുവിനുള്ളതാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആരെതിരായാലും നമുക്ക് പ്രശ്നം വരില്ല, നമ്മൾ പതറൂല. സ്വന്തം ബാപ്പ അല്ലെ, ഇബ്രാഹിം നബിന്റെ സ്വന്തം ബാപ്പ മാറ്റി നിർത്തി, സ്വന്തം ഭാര്യ, സ്വന്തം രാജ്യം, ഭരണാധികാരി ആരെതിർത്താലും, സമ്പത്ത് പോയാലും, സ്ഥാനമാനങ്ങൾ പോയാലും, ജോലി നഷ്ടമായാലും ഉറച്ചു നിൽക്കേണ്ടവനാണ്. പതറാത്ത മനസ്സോടുകൂടിയായിരിക്കണം വിശ്വാസിയായ ഒരു മനുഷ്യൻ ഉറച്ചു നിൽക്കേണ്ടത്. കരൾ പടഞ്ഞു പോകുന്ന ഭയം ഉണ്ടായാൽ പോലും അവൻ ഖൽബ് അല്ലാഹുവിലേക്ക് സമർപ്പിക്കുന്നവനായിരിക്കും. അതുകൊണ്ടാണല്ലോ ഖൽബുഹു ലിർറഹ്മാൻ ഇബ്രാഹിം നബിയെ കുറിച്ച് പറഞ്ഞത്. ശരീരം നുറുങ്ങുന്ന വേദന ഉണ്ടായാൽ പോലും ഒരിക്കൽ പോലും പതറുകയില്ല. വബദനുഹു ലിന്നീറാൻ, അങ്ങനെയാണ്. ശരീരം കൊണ്ടുപോയി അഗ്നികുണ്ഡത്തിലെറിയപ്പെടുമ്പോൾ പോലും പതറുകയില്ല. വവലദുഹു ലിൽ ഖുർബാൻ, മക്കളെ ദുന്യാവിന്റെ പിറകിൽ വിടാതെ പടച്ചവന്റെ ദീനിനു വേണ്ടി സമർപ്പിക്കാൻ കഴിയും. പണമില്ലാതായാലും ഉണ്ടായാൽ പോലും പതറാത്തവനായിരിക്കും മുഅ്മിനായ മനുഷ്യൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല മില്ലത്ത് ഇബ്രാഹിമിൽ ഉറച്ചു നിൽക്കാൻ അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ ഒരു അഡ്ജസ്റ്റ്മെന്റിന്റെ കാലത്താണ്. നമ്മളൊക്കെ ജീവിക്കുന്നത്. എന്തിനും അഡ്ജസ്റ്റ്മെന്റാണ്. ഈ പറഞ്ഞ ഞാന്, പിന്നെ നിങ്ങൾ പൂർണ്ണമായിട്ട് അല്ലാഹുവിൽ വിശ്വസിച്ച് അസത്യത്തോട് അഡ്ജസ്റ്റ് ചെയ്യാതെ ജീവിക്കുകയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം സത്യത്തിൽ ചെയ്തത്. നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞത് ദീനാണ്. ദീനിലേ നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് കാണുള്ളൂ. ഇതൊക്കെ ഇപ്പൊ ഇങ്ങനെയൊക്കെ തന്നെ നടക്കുള്ളൂ. സാമ്പത്തികമായ ക്രമക്കേടുകൾ നടത്തിയ ആളുകൾ, സാമ്പത്തികമായ ക്രമക്കേട് കാണിക്കുന്ന ആളുകൾ പറയും കച്ചവടത്തിൽ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറ്റുള്ളൂ എന്ന് പറയും. വലിയ ആർഭാടങ്ങള്, ധൂർത്തുകള് ഒക്കെ നടത്തിയിട്ട് ഒരുപാട് ചെലവഴിച്ചുകൊണ്ട്, മുഅ്മിനിന്റെ അടയാളം തന്നെ അതല്ലേ പറഞ്ഞത്. വല്ലദീന ഇദാ അൻഫഖൂ ലം യുസ്രിഫൂ വലം യഖ്തുറൂ. അല്ലാഹു പറയുകയാണ് മുഅ്മിനിന്റെ അടയാളം അല്ലദീന ഇദാ അൻഫഖൂ, ചെലവഴിക്കാൻ നിന്ന് നിൽക്കുകയാണെങ്കിൽ
മുഅ്മിനായ ഒരു മനുഷ്യൻ ചെലവഴിക്കാൻ നിൽക്കുകയാണെങ്കിൽ ലം യുസ്രിഫൂ, അവൻ എന്ത് ചെയ്യുകയില്ല, ഇസ്റാഫ് നടത്തൂല. വലം യഖ്തുറൂ, അവൻ എന്ത് ചെയ്യുകയില്ല, പിശുക്കും കാണിക്കുകയില്ല. വകാന ബൈന ദാലിക ഖവാമ, മിതത്വമായ രീതിയിൽ മിതത്വം പാലിച്ചുകൊണ്ടാണ് ജീവിക്കുക. ആർഭാടങ്ങൾ നടത്തിക്കൊണ്ട്, കല്യാണങ്ങളൊക്കെ ആർഭാടത്തിൽ നടത്തിക്കൊണ്ട് പറയും ഇങ്ങനൊക്കെ ഇപ്പൊ കല്യാണം നടത്താൻ പറ്റുള്ളൂ എന്നറിയും. പലിശക്ക് പണം നമ്മൾ എടുത്തിട്ട് പറയും വീട് പണിയൊക്കെ ഇപ്പോ ഇന്നത്തെ കാലത്ത് അത്യാവശ്യം പൈസക്ക് പലിശ പണമൊക്കെ എടുത്തിട്ടേ നടക്കുള്ളൂ എന്ന് പറയും. മറ്റു സംസ്കാരങ്ങൾ, പാശ്ചാത്യന്റെ സംസ്കാരം, ദീനിന് പുറത്തുള്ള സംസ്കാരം, ദീന് വിലക്കിയത്, ശരീഅത്തിന് പുറത്തുള്ള സകല സംസ്കാരങ്ങളെയും വാരിപ്പുണർന്നുകൊണ്ട് നമ്മൾ പറയും പൊതുസമൂഹത്തില് പൊതുജനങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഇങ്ങനെയൊക്കെ പറ്റുള്ളൂ. അഴിമതിയും നുണയും അപവാദങ്ങളും ഒക്കെ നടത്തിയിട്ട് പറയും. രാഷ്ട്രീയക്കാരൻ പറയും രാഷ്ട്രീയത്തിൽ ഇതൊക്കെ പറ്റുള്ളൂ എന്ന് പറയും. പത്രവും ചാനലും മീഡിയകളൊക്കെ നടത്തുന്നവർ പറയും ഇങ്ങനൊക്കെ തന്നെ പിന്നെ നടത്താനും ഈ രീതിയിലൊക്കെ പത്രപ്രവർത്തനം നടത്താൻ മാധ്യമധർമ്മം നിർവഹിക്കാൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞ് അഡ്ജസ്റ്റ്മെന്റുകളുടെ കാലത്താണ് ഞാൻ നിങ്ങളൊക്കെ ജീവിക്കുന്നത്. ചുരുക്കത്തിൽ ഓരോരുത്തരും പറയുന്ന കാര്യം എനിക്ക് നന്നാവണം എന്നൊക്കെ ഉണ്ട്. പക്ഷേ എന്റെ കുടുംബം, എന്റെ കാലം, എന്റെ ചുറ്റുപാട് ഇവയ്ക്ക് എനിക്കെതിരാണ് എന്ന് പറയുന്നവർക്ക് താക്കീതാണ് മുഅ്മിനെ. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മരിക്കാത്ത ഓർമ്മകൾ. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം ഇതാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്റെയും നിങ്ങളുടെയും ഒക്കെ മുമ്പിൽ വെക്കുന്നതും ഇതാണ്. പ്രശ്നങ്ങൾ വന്നാൽ, പ്രതിസന്ധികൾ വന്നാൽ, പ്രയാസങ്ങൾ വന്നാൽ തളരാതെ മുന്നോട്ട്, സ്വന്തം ഭാര്യയെതിരായാൽ, സ്വന്തം മക്കളെതിരായാൽ, സ്വന്തം ബാപ്പയെതിരായാൽ, സ്വന്തം സമൂഹമെതിരായാൽ, സ്വന്തം നാട്ടിലെ ഭരണാധികാരി എതിരായാൽ പോലും ഈമാൻ അടിയറ വെച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനം എന്റെ നിങ്ങളുടെയും ഒന്നും ഭാഗത്തുണ്ടാവാൻ പാടില്ല. ഈമാൻ കളങ്കപ്പെടുന്ന രീതിയിൽ ദീന് പണയം വെച്ചുകൊണ്ടുള്ള ഒരു ഏർപ്പാട് എന്റെയും നിങ്ങളുടെയും ഒന്നും ഭാഗത്തുണ്ടാകാൻ പാടില്ല. ഇതാണ് മില്ലത്തു ഇബ്രാഹിം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം സമർപ്പിതമായ മനസ്സോടുകൂടി എന്റെയും നിങ്ങളുടെയും ഒക്കെ മുമ്പിൽ വെച്ചു തരുന്ന മാതൃക ഇതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു മാതൃക പിൻപറ്റി മുന്നോട്ട് പോവാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അഷ്റഫുൽ ഖൽഖിനോട് പോലും പറഞ്ഞത് അനിത്തബിഅ മില്ലത ഇബ്രാഹിമ, ഇബ്രാഹിമിന്റെ ചര്യയെ നിങ്ങൾ പിൻപറ്റണമെന്നാണ് പറഞ്ഞത്. ഈ ഒരു മാർഗത്തിലൂടെയാണ് നമുക്ക് നടക്കാനുള്ളത്, സഞ്ചരിക്കാനുള്ളത്. ഇബ്രാഹിമി മില്ലത്തിലാണ് ഞാനും നിങ്ങളുമൊക്കെ സഞ്ചരിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വൈകിയതിൽ ക്ഷമ ചോദിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അല്ലാഹുമ്മ ജഅൽ ജംഅനാ ഹദാ ജംഅൻ മർഹൂമാ وتفرقنا من بعده تفرقا معصوما ولا تجعل فينا ولا منا ولا معنا شقيا ولا مطرودا ولا محروما اللهم حبب إلينا الإيمان وزينه في قلوبنا وكره إلينا الكفر والفسوق والعصيان واجعلنا من الراشدين اللهم اجعل القرآن العظيم ربيع قلوبنا ونور صدورنا وجلاء أحزاننا وذهاب همومنا وغمومنا يا ذا العلا يا ذا الجلال والإكرام اللهم أرنا الحق حقا وارزقنا اتباعه وأرنا الباطل باطلا وارزقنا اجتنابه ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا دعاءنا إنك أنت السميع العليم وتب علينا يا مولانا إنك أنت التواب الرحيم واغفر لنا بمغفرتك وارحمنا برحمتك يا أرحم الراحمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم وصلى الله على جميع الأنبياء المرسلين جزاكم الله خيرا أشكركم على حسن استماعكم ومتابعتكم وأوصيكم بالدعاء في كل الأوان وآخر دعوتي أن الحمد لله رب العالمين والسلام عليكم ورحمة الله